അത് ഇൻകം ടാക്സ് ആണ്. അത് കമ്മിങ് ഓൺ ദ വേ. ഓക്കെ, നമ്മൾ എവിടെ എത്തി? എവിടെ എത്തിയത്? സപ്ലൈ അല്ലേ? സപ്ലൈയിൽ എന്തൊക്കെ എടുത്തു? എന്താ ഡിഫൈൻ ചെയ്തത് നമ്മള്? Now supply means goods or services or both which is disposed, exchanged, barter, transferred, sales, rental, license and lease. For consideration and for the purpose of business. Consideration can be in the form of money and or kind. Alle? Definition of goods under section 2 subsection 52. Padichu, la? Definition of services under section 2 subsection 102. Padichu. Then definition of money. Padichu. Clear? Correct alle? Now hello. Okay. Now next one. So നമ്മൾ എന്താ സപ്ലൈയുടെ ഡെഫിനിഷൻ എഴുതിയിട്ടുള്ളത്. Okay. Now there is something which is called as 7 subsection 1. നമ്മളുടെ ആദ്യത്തെ അടിയിലേക്കുള്ള സാധനം. That is എന്താണ്? 7 subsection 1. Clear? 7 subsection 1 നേരെ എന്താ എഴുതണ്ടേ? So ഇവിടെ first one is 7 subsection 1. Okay. Now 7 subsection 1 നേരെ you should write it includes. എന്താണ്? It includes. Okay. അതായത് സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. സോ അതിൽ ആദ്യത്തെ 1 ഈ 7 subsection 1 അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് 7 subsection 1A. എങ്ങനെയാ? ഫസ്റ്റ് വരുന്നതാണ് ഏത്? 7 subsection 1A. 7 subsection 1A. ഓക്കെ. Now 7 subsection 1 പറയുന്നത് എന്ത്? അവർ ഓർഡിനറി ഡെഫിനിഷൻ. എന്താണ്? ഓർഡിനറി ഡെഫിനിഷൻ. അതായത് നിങ്ങൾ ഫസ്റ്റ് എഴുതിയ ഡെഫിനിഷൻ ആണ് എന്ത് പറയുന്നത്? 7 subsection 1A പറയുന്നത്. ക്ലിയർ ആണോ? അതായത് എന്താണ്? എനി ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വിച്ച് ആർ ഡെപ്സ്ട്രൽ ഫോർ എ കൺസിഡറേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് that is a supply എന്നാണ് 7 subsection 1A പറയുന്നത്. ക്ലിയർ ആണോ? സോ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഡെഫിനിഷൻ ഏതാണ്? 7 subsection 1A ആണ്. ക്ലിയർ? നൗ അതിന് താഴെ 7 subsection 1AA. 7 subsection 1AA. ക്ലിയർ? 7 subsection 1AA ന്റെ താഴെയായിട്ട് എഴുതുക any activity or transaction other than an individual to its members for consideration. Clear ആണോ? അതാണൊക്കെ തികയില്ല കേട്ടോ, മൊത്തം വരും. ഓക്കെ, ക്ലിയർ ആണോ? നൗ എന്താ അവിടെ പറയണേ? അതിലെ പോയിന്റുകൾ നോട്ട് ചെയ്യുക. അതർ ദാൻ ഇൻഡിവിജ്വൽ അണ്ടർലൈൻ ചെയ്യുക, മെമ്പേഴ്സ് അണ്ടർലൈൻ ചെയ്യുക, കൺസിഡറേഷൻ അണ്ടർലൈൻ ചെയ്യുക. അതർ ദാൻ ഇൻഡിവിജ്വൽ അണ്ടർലൈൻ ചെയ്യുക, മെമ്പേഴ്സ് അണ്ടർലൈൻ ചെയ്യുക ആൻഡ് കൺസിഡറേഷൻ അണ്ടർലൈൻ ചെയ്യുക. നൗ എന്താണ് അത് പറയുന്നത്? നൗ ഏതെങ്കിലും ഒരു സംഘടന, ഇൻഡിവിജ്വൽ അല്ലാത്ത വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും?
ഇൻഡിവിജ്വൽ ആണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 31 കീഴിൽ ഇൻഡിവിജ്വൽ മുതലേ കുറെ പേഴ്സൺസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇൻകം ടാക്സിൽ നമ്മൾ പറഞ്ഞു അതേ പേഴ്സൺസ് ഒക്കെ തന്നെയാണ് ഇവിടെ. ഓക്കെ, പക്ഷേ GST പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻകം ടാക്സിൽ പഠിച്ച പേഴ്സൺസ് പ്ലസ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടിയും വരും. എങ്ങനെ? നിങ്ങൾ GST പേഴ്സൺസ് എന്ന് പറയുന്നത് ആരാണ്? നിങ്ങൾ ഇൻകം ടാക്സിൽ ഓൾറെഡി പഠിച്ച പേഴ്സൺസിന്റെ കൂടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി GST എന്ത് വരും? പേഴ്സൺസ് ആയിട്ട് വരും. ഇവിടെ എന്താ സംസാരിക്കണമെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ അല്ലാത്ത മറ്റു വ്യക്തികൾ എന്ന് പറയുന്നത്. സോ പേഴ്സൺസിൽ ഇൻഡിവിജ്വൽ അല്ലാത്ത ഏതൊക്കെ വ്യക്തികളുണ്ട്? ഇറ്റ് ക്യാൻ ബി എൻ HUF, it can be an AOP, it can be a BOI, it can be a firm or LLP, it can be a company, it can be a local authority, it can be an artificial judicial person, it can be a central government, it can be a state government. GST വരുമ്പോൾ ഇവര് അവരുടെ മെമ്പേഴ്സിന് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യുകയാണെങ്കിൽ അതും കൺസിഡറേഷന് വേണ്ടിയാണെങ്കിൽ ഇറ്റ് ഈസ് എ സപ്ലൈ എന്നാ പറയുന്നത്. ക്ലിയർ ആണോ? ചുരുക്കത്തിൽ പറഞ്ഞ എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നോർമലി എന്താ അവർ പറയുന്നത്? നിങ്ങളുടെ സപ്ലൈ ഗുഡ്സോ സർവീസോ ചെയ്യേണ്ടത് കൺസിഡറേഷനും വേണ്ടിയായിരിക്കണം, ബിസിനസിനും വേണ്ടിയായിരിക്കണം എന്നാണ് പറയുന്നത്. സോ നമ്മളുടെ ആൾക്കാർ എന്താ ചെയ്തത്? ഞങ്ങളിത് ബിസിനസ് ആയിട്ട് തുടങ്ങിയാലല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ, ഞങ്ങളിത് അസോസിയേഷൻ ആയിട്ട് തുടങ്ങും, ഫ്ലാറ്റ് അസോസിയേഷൻ, ക്ലബുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബിസിനസ് തന്നെ ചെയ്യുന്നത്. പക്ഷെ ആ ബിസിനസ് പ്രത്യക്ഷത്തിൽ ബിസിനസ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ക്ലബുകൾ തുടങ്ങും. എന്നിട്ട് ഈ പ്രത്യേകിച്ച് ജിമ്മൊക്കെ ക്ലബുകൾ തുടങ്ങും. ആ ക്ലബിന് ഒരു ജിം ഉണ്ടാവും. ആ ജിമ്മിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ഒരു ഫീസും മേടിക്കും. നൗ ആൾക്കാരെന്ത് പറഞ്ഞു? ഞങ്ങൾ എന്തല്ല നടത്തുന്നത്? ഞങ്ങൾ ബിസിനസ് അല്ല നടത്തുന്നത്, ഞങ്ങളുടെ ക്ലബാണ് നടത്തുന്നത്. ക്ലബ്ബ് നടത്തുകയാണ്, നമ്മൾ കൺസിഡറേഷൻ മേടിക്കുകയാണെങ്കിൽ അത് എന്തല്ല? സപ്ലൈ അല്ല, അതുകൊണ്ട് ടാക്സ് അല്ല. അപ്പോ GST അതോറിറ്റി എന്ത് പറഞ്ഞു? ഓക്കെ, ഈ പ്രാവശ്യം നിങ്ങൾ ജയിച്ചു, പക്ഷെ ഞങ്ങളുടെ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ എന്താ പറയുന്നത്? ഇൻഡിവിജ്വൽ അല്ലാത്ത ഏതെങ്കിലും ഒരു പേഴ്സൺ അവരുടെ മെമ്പേഴ്സിനായിട്ട് എന്തെങ്കിലും ഒരു സർവീസ് നടത്തുകയും ഫീ കളക്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ സപ്ലൈ. ക്ലിയർ ആണോ? ഓക്കെ, സോ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ക്ലബ്ബുകൾ അതിന്റെ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സർവീസ് നടത്തിയതിന് ഫീ കളക്ട് ചെയ്താൽ ദാറ്റ് ഈസ് അണ്ടർ GST. ക്ലിയർ ആണോ? ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെയിം എഫക്ട് ഒരു കമ്പനി അതിന്റെ എംപ്ലോയീസിന് ഫുഡ് മറ്റു കാര്യങ്ങൾ ഡെലിവറി ചെയ്ത് കൊടുക്കുക, അല്ല എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കമ്പനി ഈസ് ഡൂയിങ് എ സർവീസ് ടു കൺസിഡറേഷൻ മേടിക്കുകയാണെങ്കിൽ മാത്രമേ. അതുകൊണ്ടാണ് ആ 3 വേർഡ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. അതർ ദാൻ ഇൻഡിവിജ്വൽസ് ആവണം, മെമ്പേഴ്സിനായിരിക്കണം, ഒരു കൺസിഡറേഷനും ആയിരിക്കണം. ഫ്രീ ആയിട്ടാണെങ്കിൽ ഇറ്റ് വോണ്ട് കം അണ്ടർ GST. ഓക്കെ, ക്ലിയർ ആണോ? നൗ അടുത്ത സെക്ഷനിലേക്ക് പോവാം. സോ ദാറ്റ് ഈസ് 7(1)AA. ഓക്കെ, നെക്സ്റ്റ് പറയുന്നു സെക്ഷൻ 7(1)B. സെക്ഷൻ 7(1)B. സെക്ഷൻ 7(1)B. ഓക്കെ, 7(1)B പറയുന്നു. നെക്സ്റ്റ് എഴുതുക. ഇമ്പോർട്ട് ഓഫ് സർവീസസ് for consideration, whether for business or not, ഓക്കെ, ഇനി എന്താ അവിടെ ചെയ്യേണ്ട? ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഡൗൺലോഡ് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക, ഡൗൺലോഡ് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, കൺസിഡറേഷൻ അണ്ടർലൈൻ ചെയ്യുക, ബിസിനസ് ഓർ നോട്ടും അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഇതാണ് അതിൽ ഇമ്പോർട്ടന്റ്. ഞാൻ നോക്കുക, സാഹചര്യം എന്തായിരിക്കണം? വ്യക്തമായിട്ട് നോക്കട്ടെ. GST ഡെഫിനിഷൻ ഒന്നല്ല, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ഒരു വ്യക്തി US-ലുണ്ട്, ഒരു വ്യക്തി എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുണ്ട്, ഒരു വ്യക്തി ഇന്ത്യയിലുണ്ട്. ഓക്കെ,
നോക്കുക. നൗ ഇയാൾ എന്തെങ്കിലും ഒരു സർവീസ് US നിന്ന് എടുക്കുകയാണ്. അതായത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ നമ്മൾ ഇന്ത്യക്കാരെക്കാളും നന്നായിട്ട് US അറിയാം എന്നുള്ളതുകൊണ്ട് US ഒരു കമ്പനിയിൽ വിളിച്ചിട്ട് അവർ പറയണം എന്ത്, ഞങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ നിങ്ങൾ ബിൽഡ് ചെയ്ത് തരണം. ഓക്കെ, ബിൽഡ് ചെയ്ത് തരണം എന്ന് പറയുന്നു. ആ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് 1 lakh rupees ആവശ്യപ്പെടും. ഓക്കെ, ഈ 1 lakh rupees ഇയാൾ കൊടുക്കുന്നു. ക്ലിയർ? ഇതിൽ ആരാ സർവീസ് പ്രൊവൈഡർ? സർവീസ് കൊടുക്കുന്ന വ്യക്തി ആരാ? ഓക്കെ, ഇത് A, ഇത് B. ആരാണ് സർവീസ് കൊടുക്കുന്നത്? A ആണ് സർവീസ് കൊടുക്കുന്നത് അല്ലെ? അയാളാണ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. ഇവരെ അതിന്റെ പൈസ കൊടുക്കുന്നു എന്നല്ലേ ഉള്ളൂ. നൗ സാധാരണ GSTയിൽ ആരാ ടാക്സ് മേടിക്കുക? GSTയിൽ ആരാ ടാക്സ് മേടിക്കുക? സർവീസ് കൊടുക്കുന്ന ആളാണോ അതോ റെസിപ്പിയന്റ് ആണോ? സിമ്പിൾ ലോജിക്ക്. നിങ്ങൾ കടയിൽ പോയിട്ട് സാധനം തരുന്ന ആളാണോ നിങ്ങളുടെ അടുത്ത് ടാക്സ് മേടിക്കാറ് അതോ നിങ്ങളാണോ അയാളുടെ അടുത്ത് ടാക്സ് മേടിക്കാറ്? സിമ്പിൾ ലോജിക്. ആരാ ടാക്സ് മേടിക്കാറ്? സർവീസ് കൊടുക്കുന്ന ആളാണല്ലോ. നൗ അപ്പൊ എനിക്ക് പറഞ്ഞൂടെ A ആണ് ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, നൗ ആലോചിക്കുക നിങ്ങള്, ഇയാൾ ടാക്സ് കൊടുത്തില്ലെങ്കിൽ, A എന്ന് പറയുന്ന വ്യക്തി ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? US നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു US സിറ്റിസൺ, അയാൾ അവിടെ പോയിട്ട് നീ GST പേ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഇന്ത്യൻ ഗവൺമെന്റിന് ഉണ്ടോ? ഇല്ല അല്ലെ? റെസ്ട്രിക്റ്റഡ് ആണ്. സോ ആൾക്കാർ എന്താ ചെയ്തിരുന്നത്? ഇന്ത്യയിൽ അവര് സർവീസ് എടുത്താൽ അവർ GST പേ ചെയ്യേണ്ടതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്തു? പുറത്തെ കൺട്രിയിൽ നിന്നൊക്കെ സർവീസുകൾ എടുത്തു. എടുക്കുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് മനസ്സിലാക്കി എന്ത്? ഒരുപാട് റവന്യൂ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അതിന് കൊണ്ടുവന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ 7(1)B. സോ ഇവിടെ എന്താ സംഭവിക്കണത്? സൂക്ഷിച്ചു നോക്കുക. ഇമ്പോർട്ട് ചെയ്യുന്നു സർവീസ്, സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഒരു പൈസ കൊടുത്തിട്ടാണ് ആ സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അത് ബിസിനസിന് വേണ്ടി ആയാലും അല്ലെങ്കിലും നിങ്ങൾ ടാക്സ് അടക്കണം. ആര് ടാക്സ് അടക്കണം? റെസിപ്പിയന്റ് ടാക്സ് അടക്കണം. ക്ലിയർ ആണോ? സാധാരണ രീതിയിൽ സർവീസ് പ്രൊവൈഡർ ആണ് ടാക്സ് അടക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ് ചെയ്യുന്നതെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന് റവന്യൂ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് റെസിപ്പിയന്റ് വേണം ടാക്സ് അടയ്ക്കാൻ. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 7(1)B. ഓക്കെ, സെറ്റാണോ? ക്ലിയർ ആണോ? എല്ലാ കമ്പോണന്റും ക്ലിയർ ആണോ അതിലെ? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് 7(1)C. 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 Next one is 7(1)C. Now 7(1)C നിങ്ങൾ എഴുതിയിട്ട് what you want to do is 7(1)C എഴുതിയിട്ട് what you want to do is drip. എന്താണ് drip? ഓക്കെ, എന്താണ്? കോഡ് വേർഡ് ആണ്. ഇറ്റ്സ് കോൾഡ് ആസ് drip. ഓക്കെ, എഴുതിയോ? Now D is disposal of business asset. Disposal of business asset on which ITC is claimed. Disposal of business asset on which ITC എന്താ? Input tax credit. Input tax credit is claimed. Disposal of business asset on which ITC is claimed. ഓക്കെ, D. സോ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഡിസ്പോസൽ, ഇറ്റ് ഷുഡ് ബി എ ബിസിനസ് അസറ്റ് ആൻഡ് ITC. ഡിസ്പോസൽ, ഇറ്റ് ഷുഡ് ബി എ ബിസിനസ് അസറ്റ് ആൻഡ് ITC. ഈ മൂന്നെണ്ണം അണ്ടർലൈൻ ചെയ്തോ. നൗ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ഒരു ഗുഡ്സ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിന് GST കൊടുക്കണം എന്ന്.
ഓർമ്മയുണ്ടോ? ഒരു ഡയറി മിൽക്കിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ എന്താ? ഇറ്റ് ഈസ് എ ബിസിനസ് അസറ്റ് ദാറ്റ് ഈസ് ഡിസ്പോസ്ഡ്. സെയിൽ അല്ല, നമ്മൾ ആർക്കും സെയിൽ ചെയ്തിട്ടില്ല, ദാറ്റ് ഈസ് ഡിസ്പോസ്ഡ്. അതിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ ക്ലെയിം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളിത് വേറൊരാളുടെ നിന്ന് മേടിച്ച പ്രൊഡക്റ്റ് ആണല്ലോ, അയാൾ നിങ്ങൾക്ക് റീഫണ്ട് തന്നിട്ടുണ്ടാവുമല്ലോ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഈ ക്രെഡിറ്റ് നിങ്ങൾക്ക് റീഫണ്ട് തന്ന ഈ സാധനമല്ലേ നിങ്ങളെടുത്ത് ഭക്ഷിച്ചത്? ആ ഭക്ഷിക്കുന്ന സാധനത്തിന് നിങ്ങൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നുണ്ടോ? അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അടക്കുന്ന ടാക്സ് നിങ്ങൾ റീഫണ്ട് കൊടുത്തു, നിങ്ങൾ സ്വയം ഭക്ഷിച്ചിട്ട് അതിന് ടാക്സ് കൊടുക്കുന്നുമില്ല. വരാൻ പറ്റുമോ? ഇല്ല. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്ത ഒരു ബിസിനസ് അസറ്റ് നിങ്ങൾ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ സെയിൽ ചെയ്യേ, നിങ്ങൾ സ്വയം കഴിക്കേ, നിങ്ങൾ നശിപ്പിച്ച് കളയേ, അതൊന്നും ഗവൺമെന്റിന് അറിയേണ്ട ആവശ്യമില്ല. യു ഷുഡ് പേ ടാക്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ് ഓൺ വിച്ച് ITC ഈസ് ക്ലെയിംഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ദാറ്റ് ഈസ് D. Second one is related party transaction. Related party transaction. Related party transaction. Now, എന്താ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ? അതായത് ചുരുക്കതുള്ളൂ, ഈ ബ്ലോക്ക് ഉണ്ടല്ലോ 7(1)(c). 7(1)(c) is called as anti consideration block. എന്താണ് ആന്റി കൺസിഡറേഷൻ ബ്ലോക്ക്? അതായത് അതിന് ആട്ട പേരാട്ടോ. ആന്റി കൺസിഡറേഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാല് നിങ്ങളിവിടെ നോക്കുക, ഇതിൽ വരുന്ന എത്ര ട്രാൻസാക്ഷൻ വന്നാലും, ഏത് ട്രാൻസാക്ഷൻ വന്നാലും അതിനൊന്നും കൺസിഡറേഷൻ ഉണ്ടാവില്ല. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് തിരിച്ച് പൈസ കിട്ടുന്നുണ്ടാവില്ല. സോ നമ്മൾ തന്നെ ഭക്ഷിക്കുകയാണെങ്കിൽ പൈസ കിട്ടുമോ? ഇല്ല. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, അതായത് നമ്മളുടെ അമ്മാവന്റെ മക്കളൊക്കെ സാധനം എടുത്തുകൊണ്ടായ പൈസ തരുമോ? ഇല്ല. സോ അതേപോലെ തന്നെയാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് അത്രയും ക്ലോസ് ആയ വ്യക്തി എന്നാണ് ആരെ ഉദ്ദേശിക്കുന്നത്? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. അവരെന്തെങ്കിലും കൊണ്ടുപോയാൽ നമുക്ക് പൈസ തരുമോ? ഇല്ല. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ദാറ്റ് ഈസ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. ഓക്കെ, അത് എന്താണ്, ആരൊക്കെയാണ് റിലേറ്റഡ് പാർട്ടി എന്നുള്ളത് ഇപ്പൊ നോക്കണോ? ഇപ്പൊ നോക്കണമെങ്കിൽ ഇപ്പൊ നോക്കാം. ഓക്കെ, അല്ല ഇപ്പൊ തന്നെ നോക്കാം. ഞാൻ ആരാണ് ഈ റിലേറ്റഡ് പാർട്ടി? നിങ്ങൾ നോട്ടിൽ എഴുതുക. അതായത് നിങ്ങൾ തൊട്ടപ്പുറത്തെ പേജിൽ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതില് who is a related party. Now അതിൽ എഴുതുക അണ്ടർ സെക്ഷൻ 15. അണ്ടർ സെക്ഷൻ 15. Under section 15, who is a related party? Okay, who is a related party? Okay, അതിലെ ഫസ്റ്റ് റിലേറ്റഡ് പാർട്ടിനെയാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഈസി ഉള്ളത് പഠിക്കാം. ഈസി ഉള്ള റിലേറ്റഡ് പാർട്ടിനെ കഴിഞ്ഞിട്ട് നമുക്ക് ടഫ് ആയിട്ടുള്ള റിലേറ്റഡ് പാർട്ടീസ് നോക്കാം. ഈസി റിലേറ്റഡ് പാർട്ടീസ് ഫാമിലി മെമ്പേഴ്സ് അല്ലെ? നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ്, ഇതിൽ പ്രശ്നമുണ്ട്. who is a family member? ഫാമിലി മെമ്പർ എന്ന് ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ. who is a family member? അച്ഛനമ്മ മക്കളാണോ? അച്ഛൻ അപ്പൊ ഞാൻ എന്റെ സഹോദരനെ പെടുത്താൻ പറ്റുമോ? സഹോദരന്റെ ഭാര്യനെ പെടുത്താൻ പറ്റുമോ? പ്രോബ്ലംസ്. സോ who is a family member? ഫാമിലി മെമ്പർ മീൻസ് അച്ഛൻ അമ്മ കുട്ടി, അച്ഛൻ അമ്മ കുട്ടികൾ. ഓക്കെ, ഇവരെന്തായാലും ഫാമിലി മെമ്പറാ. ഓക്കെ, അച്ഛൻ അമ്മ കുട്ടികൾ, ദേ ആർ ഫാമിലി മെമ്പേഴ്സ്. ഇതിന്റെ പുറമെ ഏതെങ്കിലും നമ്മളുടെ ഫാമിലിയിലുള്ള ആൾക്കാര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, നമ്മളുടെ അമ്മൂമ്മ, അച്ചച്ചൻ, ഓക്കെ, ഇവരൊക്കെ അവർക്ക് വേറെ ഇൻകം സോഴ്സ് ഒന്നുമില്ല, അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ദേ ആർ ഓൾസോ ഫാമിലി മെമ്പേഴ്സ്. ക്ലിയർ ആണോ? എന്താണ് ഫാമിലി മെമ്പേഴ്സിന്റെ ഡെഫിനിഷൻ? അച്ഛൻ അമ്മ കുട്ടി, ദേ ആർ ഫാമിലി മെമ്പേഴ്സ്. ഇനി നമ്മളുടെ ബ്രദേഴ്സ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ ദേ ആർ ഫാമിലി മെമ്പേഴ്സ്. നമ്മളുടെ അച്ഛനോ അച്ഛമ്മയോ ഒക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ ദേ ആർ ഓൾസോ ഫാമിലി മെമ്പേഴ്സ്. ക്ലിയർ ആണോ? ആരാണ് ഫാമിലി മെമ്പർ എന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഫാമിലി മെമ്പേഴ്സ് നമ്മളുടെ ഷോപ്പിൽ നിന്നും അസറ്റുകൾ കൊണ്ടുപോയാൽ യു ഷുഡ് പേ ടാക്സ്. അവരെന്താ പൈസ തരുമോ?
പൈസ തന്നിട്ടില്ലെങ്കിലും യു ഷുഡ് പേ ടാക്സ്. പൈസ തന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ ടാക്സ് അടക്കണം, പൈസ തന്നിട്ടില്ലെങ്കിലും നമ്മൾ ടാക്സ് അടക്കണം. ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തെ പാർട്ട്നേഴ്സ്. പാർട്ട്ണർ പാർട്ട്ണർ അല്ല, ബിസിനസ് പാർട്ട്ണർ. ഓക്കെ, ഉണ്ടോ? ഇവിടെ അല്ല, ഇവിടെ എഴുതാനാ പറഞ്ഞേ അല്ലെ? നോട്ടിൽ എഴുതാനല്ലേ പറഞ്ഞേ? നിങ്ങളുടെ നോട്ട്സിൽ എഴുതാനാണ് പറഞ്ഞത് ആരാണ് ഫാമിലി മെമ്പർ റിലേറ്റഡ് പാർട്ടി എന്നുള്ളത്. രണ്ടാമത്തത് ആരാ? പാർട്ട്നേഴ്സ്. ആരാ പാർട്ട്നേഴ്സ്? ബ്രാക്കറ്റിൽ എഴുതാ, ഇറ്റ് ഈസ് ബിസിനസ് പാർട്ട്നേഴ്സ്. ബിസിനസ് പാർട്ട്നേഴ്സ്. ഓക്കെ. നൗ എന്നിട്ട് അത് സ്ട്രൈക്ക് ചെയ്യുക, ക്രോസ് ചെയ്യുക, വെട്ടുക, എഴുതിയിട്ട് വെട്ടുക, എന്നിട്ട് എഴുതുക ലീഗൽ ബിസിനസ് പാർട്ട്നേഴ്സ്. വെട്ടിയിട്ട് വീണ്ടും എഴുതുക ലീഗൽ ബിസിനസ് പാർട്ട്നേഴ്സ്. അപ്പൊ എന്താ പറയണത്? നിയമപരമായിട്ട് നിങ്ങൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തതിലെ പാർട്ട്ണർ ആണെങ്കിൽ മാത്രമേ റിലേറ്റഡ് പാർട്ടി ആവുള്ളൂ. അല്ലാതെ സൈലന്റ് പാർട്ട്ണർ ആയതുകൊണ്ടൊന്നും റിലേറ്റഡ് പാർട്ടി ആവില്ല. ഓക്കെ. ലീഗലായി നിങ്ങളത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അതിലുള്ള പാർട്ട്നേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനും മിഥിലാജ് ഒരു കമ്പനി തുടങ്ങാം. ഞാൻ മിഥിലാജ് എന്റെ റിലേറ്റഡ് പാർട്ടിയാണ്. പക്ഷെ ഞങ്ങളുടെ കമ്പനിയില് അനസ് എന്ന് പറയുന്ന വ്യക്തി, അസീസ് അല്ലേ, അനസും അസീസും ഉണ്ട് അല്ലെ? അനസ് എന്ന് പറയുന്ന വ്യക്തി എന്താ? സൈലന്റ് പാർട്ട്ണർ ആണ്. സോ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാളുടെ പേര് വരില്ല. രജിസ്റ്റർ ചെയ്യുമ്പോൾ വന്ന ആൾക്കാർ മാത്രമാണ് എന്ത്? പാർട്ട്നേഴ്സ് ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ലീഗൽ പാർട്ട്നേഴ്സ്. ഓക്കെ. ദെൻ ഇനിയിപ്പോ എളുപ്പമുള്ള നിങ്ങൾക്ക് എന്താ തരാൻ പറ്റുക? ഓക്കെ, എന്നാ പിന്നെ ബി റെഡി, നമുക്ക് എന്നാ യുദ്ധത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് എഴുതിക്കോ. സച്ച് പേഴ്സൺസ് ആർ ഓഫീസേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ഓഫ് വൺ അനദേഴ്സ് ബിസിനസ്. അടുത്ത പോയിന്റ്. Such persons are officers or directors of one another's business. Such persons are officers or directors of one another's business. Such persons are officers or directors of one another's business. എന്താ ഇനി എന്താ അണ്ടർലൈൻ ചെയ്ത് തുടങ്ങല്ലേ? ഓഫീസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്, വൺ അനദേഴ്സ് ബിസിനസ്. ഓഫീസേഴ്സും ഡയറക്ടേഴ്സും അണ്ടർലൈൻ ചെയ്യുക, വൺ അനദേഴ്സ് ബിസിനസ്സും അണ്ടർലൈൻ ചെയ്യുക. ശ്രദ്ധിക്കുക, ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. വേണമെങ്കിൽ ഡയഗ്രാംസോ എന്താണെന്ന് വെച്ചാൽ ബോർഡിലേക്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. നൗ ദിസ് ഈസ് പാർട്ടി എ. ഓക്കെ, ദിസ് ഈസ് പാർട്ടി ബി. രണ്ട് വ്യക്തികളാണ്, എയും ബിയും. ഓക്കെ. നൗ എ നടത്തിക്കൊണ്ടു പോകുന്ന കമ്പനിയാണ് ഏത്? എ പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ. ബി നടത്തിക്കൊണ്ടു പോകുന്ന കമ്പനിയാണ് ഏത്? ബി പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ. നൗ ശ്രദ്ധിക്കുക, ഇവിടെ നോട്ടാ. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന കമ്പനിയിൽ, അതായത് ബി നടത്തിക്കൊണ്ടു പോകുന്ന കമ്പനിയിൽ ഡയറക്ടറോ ഓഫീസറോ ആണ്. എന്താണ്? ഡയറക്ടറോ ഓഫീസറോ ആണ്. അതേപോലെ ബി എന്ന് പറയുന്ന വ്യക്തി എ നടത്തിക്കൊണ്ടു പോകുന്ന കമ്പനിയിൽ ഡയറക്ടറോ ഓഫീസറോ ആണ്. എങ്കിൽ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആർ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. എന്താ ഉദ്ദേശിക്കുന്നത്? എ എന്ന് പറയുന്ന വ്യക്തി ബി നടത്തിക്കൊണ്ടു പോകുന്ന കമ്പനിയിലെ ഡയറക്ടറോ ഓഫീസറോ ആണ്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന വ്യക്തി എ നടത്തിക്കൊണ്ടു പോകുന്ന കമ്പനിയിൽ ഉൾട്ട, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ എന്താണ്? അവർക്ക് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. കാരണം ഒരാളുടെ ഡിസിഷനെ വേറൊരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോ അവരെന്താണ്? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണ്. സ്വാഭാവികമായിട്ടും എയും ബിയും തമ്മിലുള്ള ട്രാൻസാക്ഷനിൽ അവര് പൈസ കൊടുത്തിട്ടാ ട്രാൻസാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അതിൽ ടാക്സ് വരും. പൈസ കൊടുത്തിട്ടില്ലെങ്കിലും അവിടെ ടാക്സ് വരും. ക്ലിയർ ആണോ? ഓക്കെ. ഇതാണ് എന്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ് സംഭവം? Such persons are officers or directors of one another's business. ഇത് വേണമെങ്കിൽ വരച്ചിടാം. ഓക്കെ.
കാരണം റിലേറ്റഡ് പാർട്ടി കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. വരച്ചോ? എഴുതി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഫാമിലി മെമ്പർ, രണ്ടാമത്തെ പോയിന്റ് ഈസ് ലീഗൽ പാർട്ട്നേഴ്സ്, മൂന്നാമത്തെ പോയിന്റ് ഈസ് ഓഫീസർ ഓർ ഡയറക്ടേഴ്സ് ഓഫ് വൺ അനദേഴ്സ് ബിസിനസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സച്ച് പേഴ്സൺസ് ആർ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എന്താണ്? സച്ച് പേഴ്സൺസ് ആർ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. സച്ച് പേഴ്സൺസ് ആർ employer and employee. Such persons are employer and employee. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? അതായത് എ എന്ന് പറയുന്ന വ്യക്തി, ഇയാള് നടത്തുന്ന ബിസിനസ് ആണ് ഏത്? എ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിലെ ഒരു എംപ്ലോയി ആണ് ആര്? ബി. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഒരു എംപ്ലോയി ആണ് ബി. ഓക്കെ, സോ അവര് തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ, എക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ബിക്ക് ഒരു കാറ് കൊടുക്കാം, ബിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം, ബിക്ക് തിരിച്ചെന്തെങ്കിലും നൽകാം. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ പൈസക്ക് ചെയ്താലും ടാക്സ് ഉണ്ട്, പൈസക്ക് ചെയ്തിട്ടില്ലെങ്കിലും ടാക്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? വരച്ച് വെക്കുക, വലിയൊരു ബോക്സിൽ ഇടുക, എന്നിട്ട് ഒരു ആസ്ട്രിക്സ് ഇടുക. അതായത് ഇങ്ങനൊരു ആസ്ട്രിക്സ് അല്ല, സ്റ്റാർ സിമ്പിൾ ഇടുക, എന്നിട്ട് എഴുതുക കൺഫ്യൂസിങ് ഇട്ട് വെക്കുക. ഓക്കെ, സോ കാരണം എന്താന്ന് വെച്ചാൽ ഇനി ഒരു പോയിന്റ്, അതായത് ഒരു 2 സെക്ഷൻ അപ്പുറത്തേക്ക് പോകുമ്പോ ഈ പോയിന്റ് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയി തോന്നും. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പത്തേക്ക് മനസ്സിലായോ? റിലേറ്റഡ് പാർട്ടിയിൽ പെടുന്നതാണ് ഇവര്, മനസ്സിലായോ? ഓക്കെ, ക്ലിയർ. Now, next one, any person directly or indirectly, directly or indirectly controls 25% or above, 25% or above shares in both of them. 25% or above shares in both of them. So എന്താണിത്? Now same example നമുക്ക് എടുക്കാം. A അല്ലെ? A ഇവിടെ നോക്കുക, A നടത്തിക്കൊണ്ടുവരുന്ന കമ്പനിയാണ് A പ്രൈവറ്റ് ലിമിറ്റഡ്, B നടത്തിക്കൊണ്ടുപോകുന്ന കമ്പനിയാണ് B പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെ? ഇവിടുത്തെ പ്രോബ്ലം ഇവര് രണ്ടുപേരും അല്ല, മൂന്നാമതൊരു വ്യക്തി, ദാറ്റ് ഈസ് കോൾഡ് സി. ഈ സി എന്താ ചെയ്യുന്നത്? 2 കമ്പനിയിലും 25% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? 2 കമ്പനിയിലും 25% എബവ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നൗ എന്താണ് സംഭവം? നൗ സിമ്പിൾ ആണിത്. ഫോർ എക്സാമ്പിൾ, ഇത് നിങ്ങളുടെ അച്ഛനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ അച്ഛന് 2 മക്കളുണ്ട്. ഒരു എ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, ബി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. നൗ ഈ അച്ഛന്റെ മക്കളാവുന്ന സമയത്ത് ഈ അച്ഛൻ പറയുന്നത് അനുസരിക്കേണ്ടി വരില്ലേ? ഓക്കെ, ഒരു ദിവസം എ ഒരു പെൻസിൽ ബോക്സ് കൊണ്ടുവന്നു. ഓക്കെ, ഒരു പെൻസിൽ ബോക്സ് കൊണ്ടുവന്നു. ഞാൻ അച്ഛൻ പറയാണ്, എ ആ പെൻസിൽ ബോക്സ് എടുത്തിട്ട് നിന്റെ അനിയത്തിക്ക് കൊടുക്ക് എന്ന് പറഞ്ഞാൽ അവരനുസരിക്കേണ്ടി വരില്ലേ? സോ
മൂന്നാമതൊരാള് ഈ രണ്ട് കമ്പനിയിലും 25% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് കമ്പനികളും എന്താണ്? റിലേറ്റഡ് പാർട്ടീസ് ആണ്. കാരണം അയാൾക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോ അയാൾക്ക് പറയാം എന്ത്? എയുടെ കയ്യിലുള്ള ഒരു സാധനം ബിക്ക് നീ ഒരു പൈസ ഇല്ലാതെ കൊടുക്ക് എന്ന് പറയാം. അങ്ങനെ ടാക്സ് ഒഴിവാക്കാം. അത് പാടില്ല. അതുകൊണ്ട് ദേ ആർ റിലേറ്റഡ് പാർട്ടീസ്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ ഇതും വരച്ചു വെക്കുക. 25% അബോവ് ഷെയർസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കമ്പനിയിലും. ക്ലിയർ ആണോ? ക്ലിയർ? Now next point, one of them directly or indirectly controls the other. എന്താണ്? One of them directly or indirectly controls the other. One of them directly or indirectly controls the other. One of them directly or indirectly controls the other. One of them directly or indirectly controls the other. So എന്താ സംഭവം? Same scenario, there is something which is called as A private limited and there is one person which is called as B private limited. Okay? Now എന്താ ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ബിയുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ബിയുടെ കമ്പനിയിൽ മോർ ദാൻ 50% ഷെയറോ ഓണർഷിപ്പോ വോട്ടിങ്ങോ ഉണ്ട്. ഓക്കെ, അതിനർത്ഥം എന്താ? ഈ വ്യക്തി പറയുന്നത് പോലെ ബി ആക്ട് ചെയ്യേണ്ടി വരില്ലേ? ബിനോട് പറയാ, നീ ഫ്രീ ആയിട്ട് നിന്റെ ആ മെഷീനറി എനിക്ക് തരണം എന്ന് പറയാലോ. സോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും കൺസിഡറേഷൻ ഇല്ലാതെ കൊടുത്താലും there comes GST. അതുകൊണ്ട് one of them directly or indirectly എന്താണ് ഇവിടെ പറയുന്നത്? 50% ഷെയറോ വോട്ടിംഗ് റൈറ്റോ ഓണർഷിപ്പോ. ഓക്കെ, ഷെയറോ വോട്ടിംഗ് റൈറ്റോ ഓണർഷിപ്പോ ഉണ്ടെങ്കിലും they are related parties. They are related parties. ക്ലിയർ ആണോ? ഓക്കെ, എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിയിൽ 50% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എ പറയുന്ന രീതിയിൽ ബി അനുസരിക്കേണ്ടി വരും. സോ അവര് തമ്മിൽ പൈസക്ക് അല്ലാത്തൊരു ട്രാൻസാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ എ പറയാണ് ബിനോട്, നിന്റെ കമ്പനിയിലുള്ള ആ ബിൽഡിങ് എന്റെ കമ്പനിക്ക് നീ ഫ്രീ ആയിട്ട് തരണം എന്ന് പറഞ്ഞാൽ അയാളാണ് ഡിസിഷൻ എടുക്കുന്നത്. സോ ആ ട്രാൻസാക്ഷൻ നമ്മൾ GST കൊണ്ടുവരണം. അപ്പൊ അവര് റിലേറ്റഡ് പാർട്ടി ആണെങ്കിലും പൈസക്ക് അല്ലാതുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ടാക്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ, both of them are directly or indirectly controlled by a third person. Both of them are directly or indirectly controlled by a third person. Both of them are directly or indirectly controlled by a third person. ഓക്കെ, ഈ പോയിന്റ് നമ്മൾ നേരത്തെ നോക്കിയതാണ് 25% വെച്ചിട്ട്. പക്ഷെ 25% ആണെങ്കിലും റിലേറ്റഡ് പാർട്ടി ആവും, 50% മുകളിലാണെങ്കിലും. 25% ഈസ് നോട്ട് കൺട്രോൾ, ഇറ്റ് ഈസ് കോൾഡ് ആസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. എന്താണ്? 25% നമ്മൾ എന്താ പറയാ? ഇറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. 50% മുകളിലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് കൺട്രോൾ. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞു 25% മൂന്നാമതൊരു പാർട്ടി ഈ രണ്ട് കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നെങ്കിലും അവർ റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി അല്ല, മൂന്നാമതൊരു പാർട്ടി ഈ രണ്ട് കമ്പനിയിലും 50% കൂടുതൽ ഹോൾഡ് ചെയ്താൽ അവർക്ക് കൺട്രോൾ കിട്ടും, എങ്കിലും അവര് റിലേറ്റഡ് പാർട്ടി ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആണോ? ലാസ്റ്റ് പോയിന്റ്, together they control
Together they control a third party. 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 Now there is a person A and person B. ഇവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? സി എന്ന് പറയുന്ന കമ്പനീനെ കൺട്രോൾ ചെയ്യാണ്. സോ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 50% ഷെയർ ഇവർക്കും 50% ഷെയർ ഇങ്ങേരിക്കുമാണ്. സീനെ കൺട്രോൾ ചെയ്യാണ്. സോ എ സിനോട് പറയാണ് നീ ഫ്രീ ആയിട്ട് നിന്റെ എന്തെങ്കിലും ഒരു അസറ്റ് ബിക്ക് കൊടുക്കണം അല്ലെങ്കിൽ എക്ക് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ടെണ്ണം ആർ റിലേറ്റഡ് പാർട്ടി. ക്ലിയർ ആണോ? ഫസ്റ്റത്തെ കേസ് എന്തായിരുന്നു? സി എനെയും ബിനെയും കൺട്രോൾ ചെയ്യണം. അപ്പൊ എയും ബിയും റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി അല്ല, എയും ബിയും സിനെയും കൺട്രോൾ ചെയ്താലും എയും ബിയും റിലേറ്റഡ് പാർട്ടിയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്? അതായത് എയും ബിയും സി എന്ന് പറയുന്ന കമ്പനിയിൽ കൺട്രോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എയും ബിയും എന്തായി? റിലേറ്റഡ് പാർട്ടീസ് ആയി. ഇത്രയുമാണ് റിലേറ്റഡ് പാർട്ടീസ്. അപ്പൊ ആരൊക്കെയാണ് റിലേറ്റഡ് പാർട്ടി? ഒന്ന് ഫാമിലി മെമ്പേഴ്സ്, രണ്ട് ലീഗൽ പാർട്ട്നേഴ്സ്, മൂന്ന് ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് വൺ അനദർ ബിസിനസ്, എംപ്ലോയർ എംപ്ലോയി, അതേപോലെ തന്നെ 25% സ്റ്റേക്ക് വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഇവരിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 50% സ്റ്റേക്ക് എ എന്ന് പറയുന്ന ആള് ബിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ രണ്ടും കൂടി ചേർന്നിട്ട് സി എന്ന് പറയുന്ന ഒരാളിൽ 50% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിലോ 50%-ന് മുകളിൽ ആര് 25% നമ്മൾ നോക്കി, 50%-ന്റെ മുകളിൽ തേർഡ് പാർട്ടി ഈ രണ്ട് പാർട്ടിയിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവരെന്തായി? റിലേറ്റഡ് പാർട്ടീസ് ആയി. സോ നമ്മളുടെ 6 കഴിഞ്ഞു അല്ലെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. ഓക്കെ, ഇനി സിമ്പിളാ. ഐ എന്താണ്? ഐ എഴുതുക. ഇമ്പോർട്ട് ഓഫ് സർവീസസ് by a person from related persons or establishment outside India or establishments outside India without consideration. Outside India without consideration. സോ എന്താ പറയുന്നത്? നമ്മൾ ഇമ്പോർട്ട് നോക്കിയിരുന്നു അല്ലെ? ഇതിന്റെ മുമ്പ് നമ്മൾ ഇമ്പോർട്ട് നോക്കി. സർവീസ് ഇമ്പോർട്ട് ചെയ്യാണ്. എന്താണ്? ഒരു കൺസിഡറേഷന് വേണ്ടി, ബിസിനസിനോ അല്ലാതെയോ. ഇമ്പോർട്ട് ചെയ്താൽ അവിടെ സപ്ലൈ ഉണ്ട് എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ? ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക എല്ലാവരും, ബുക്കിൽ എഴുതലല്ല ഇമ്പോർട്ടന്റ്. ഓക്കെ, എന്താ അവിടെ ചെയ്യുന്നത്? സർവീസ് ഇമ്പോർട്ട് ചെയ്യണു. പക്ഷേ ആരുടെ നിന്നാണ്? റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തുള്ള ഒരു കമ്പനിയിൽ നിന്നോ നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ എന്തിനല്ല? കൺസിഡറേഷൻ അല്ല, പക്ഷെ ബിസിനസിന് വേണ്ടിയിട്ടാണ്. അതിൽ എഴുതുക, കൂട്ടിച്ചേർക്കുക, ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. ഓക്കെ, എന്താണ് അപ്പൊ അവിടെ നടക്കുന്നത്? ഫസ്റ്റത്തെ കേസ് എന്തായിരുന്നു? ഇതിന്റെ മുമ്പ് നോക്കിയ കേസ് എന്തായിരുന്നു? നമ്മൾ സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നു, കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്, ബിസിനസിന് വേണ്ടി ആണെങ്കിലും അല്ലെങ്കിലും അത് സപ്ലൈ ആണ് അല്ലെ? ആദ്യത്തെ കേസ്. ഈ കേസ് എന്താ? നമ്മള് ഇമ്പോർട്ട് ചെയ്യുന്നു സർവീസസ്, കൺസിഡറേഷൻ ഇവിടെ ഇല്ല, പക്ഷെ ബിസിനസിന് വേണ്ടിയാണ്, എങ്കിലും അത് എന്തായി? സപ്ലൈ ആണ് എന്നാണ് പറയുന്നത്. സോ എന്തൊക്കെ അണ്ടർലൈൻ ചെയ്യേണ്ടത്? ഇമ്പോർട്ട് ഓഫ് സർവീസസ്, നോ കൺസിഡറേഷൻ ഫോർ ബിസിനസ്. ഇത് മൂന്നും അണ്ടർലൈൻ ചെയ്യുക. ഇമ്പോർട്ട് ഓഫ് സർവീസസ്, നോ കൺസിഡറേഷൻ ഫോർ ബിസിനസ്. ഇമ്പോർട്ട് ഓഫ് സർവീസസ്, നോ കൺസിഡറേഷൻ ഫോർ ബിസിനസ്. ഓക്കെ, സോ ഇതിന്ന് എന്താ മനസ്സിലായത്? സെക്ഷൻ 7 പറയുന്നു നിങ്ങൾ ഗുഡ്സോ സർവീസസോ. സോ സെക്ഷൻ 7(1)(a) എന്താ പറയുന്നത്? നിങ്ങൾ ഗുഡ്സോ സർവീസസോ ബോത്തോ നിങ്ങൾ ഡെപ്സ്ട്രലിന് വേണ്ടിയിട്ട് കൺസിഡറേഷനും ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്സോ ആണെങ്കിൽ ഇറ്റ് ഈസ് എന്താണെന്ന് പറയുന്നത്?
സപ്ലൈ ആണ് എന്ന് പറയുന്നു. 7(1) എന്താ പറയുന്നത്? നിങ്ങൾ ഇൻഡിവിജ്വൽ അല്ലാത്ത ഒരു പേഴ്സൺ അവരുടെ മെമ്പേഴ്സിന് വേണ്ടി കൺസിഡറേഷനോട് കൂടി എന്തെങ്കിലും സർവീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ സപ്ലൈ എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് എന്ത് പറയുന്നു? 7(1)(b) നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ചെയ്യുമ്പോ നിങ്ങൾ കൺസിഡറേഷൻ കൊടുത്തിട്ട് സർവീസുകൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അത് നിങ്ങൾ ബിസിനസിന് യൂസ് ചെയ്താലും വേണ്ടിയില്ല, അല്ലാതെ യൂസ് ചെയ്താലും വേണ്ടിയില്ല. ദാറ്റ് ഈസ് സപ്ലൈ എന്ന് പറയുന്നു. 7(1)(c) എന്താ പറയണത്? നിങ്ങൾ കൺസിഡറേഷൻ ഇല്ലാതെ, അതായത് ആന്റി കൺസിഡറേഷൻ, നിങ്ങൾ കൺസിഡറേഷൻ ഇല്ലാതെ താഴെ പറയുന്ന ഏത് ട്രാൻസാക്ഷൻ നടത്തിയാലും അത് സപ്ലൈ ആണ് എന്ന് പറയുന്നു. ഏതൊക്കെയാ ട്രാൻസാക്ഷൻ? ഫസ്റ്റ് വൺ ഈസ് ഡി, ദാറ്റ് ഈസ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്. അല്ലെ, നമ്മളുടെ ബിസിനസ്സിലുള്ള അസറ്റുകൾ നമ്മള് ഡിസ്പോസ് ചെയ്യാണ്. അതിൽ നമ്മൾ ഇൻപുട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സപ്ലൈ ആണ് എന്നാണ് പറയുന്നത്. എന്താണ്? ദാറ്റ് ഈസ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിൽ ആരാ റിലേറ്റഡ് പാർട്ടി? കുറെ പേരെ പറയുന്നുണ്ട്. ഫാമിലി മെമ്പർ റിലേറ്റഡ് പാർട്ടി ആണ് എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ഓഫീസേഴ്സ്, ലീഗൽ പാർട്ട്നേഴ്സ് റിലേറ്റഡ് പാർട്ടി ആണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഓഫീസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് ഓഫ് വൺ അനദർ ബിസിനസ് നമ്മൾ പറയുന്നുണ്ട്. എംപ്ലോയറിന്റെ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കമ്പനിക്ക് രണ്ട് കമ്പനികൾ 25% സ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ രണ്ട് കമ്പനികളും റിലേറ്റഡ് പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു കമ്പനിക്ക് 50% സ്റ്റേക്ക് വേറൊരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും റിലേറ്റഡ് പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് കമ്പനിക്കും മൂന്നാമതൊരു കമ്പനിയിൽ 50% അബവ് സ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ രണ്ട് കമ്പനികളും റിലേറ്റഡ് പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തില് നമ്മൾ റിലേറ്റഡ് പാർട്ടീസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? അതായത് ഇമ്പോർട്ട് ഓഫ് സർവീസസ് ആണ്. കൺസിഡറേഷൻ ഇല്ല, പക്ഷെ ബിസിനസിന് വേണ്ടിയാണെങ്കിലും അതെന്താണ്? സപ്ലൈ ആണ് എന്നാണ് പറയുന്നത്. 4 എന്താ പറഞ്ഞിട്ടില്ല അല്ലെ? പി, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. സോ എന്താ സംഭവം? ആരാ പ്രിൻസിപ്പൾ, ആരാ ഏജന്റ്? നൗ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും സെല് ചെയ്യുകയാണെങ്കിൽ എന്നെ ഏജന്റ് എന്ന് വിളിക്കും. ഓക്കെ, എന്താ സംഭവം? നൗ ഒരു വ്യക്തി അയാളുടെ ഗുഡ്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിനെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ആ വ്യക്തി അത് പുറത്തേക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ ദിസ് ഗൈ ഈസ് കോൾഡ് ആസ് പ്രിൻസിപ്പൽ അല്ലെ. ഈ വ്യക്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഓർ മാസ്റ്റർ. ആൻഡ് ദിസ് പേഴ്സൺ ഈസ് കോൾഡ് ആസ് ആൻ ഏജന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, നൗ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലാക്കേണ്ടത് ഇതാണ്. പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്താണ് എന്നാ പറയണത്? അത് ഒരു സപ്ലൈ ആണ് എന്നാണ് ഇവിടെ പറയണത്. സോ എന്താണ് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്നത്? ഇപ്പൊ തൽക്കാലം ഇത് വരച്ചിടുക. അതാണ് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. ഇതിന്റെ നോട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ഇത് ഇൻവോയ്സ് ആരാ ഇഷ്യൂ ചെയ്യുന്നത് അതിന്റെ ബേസിലാണ്. ഓക്കെ, ആരാ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്? ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അയാളുടെ ഗുഡ്സ് വേറൊരു വ്യക്തിയാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ആരുടെ ഗുഡ്സ് ആണോ സെല്ല് ചെയ്യുന്നത് അയാള് പ്രിൻസിപ്പളും, ആരാണോ സെല്ല് ചെയ്യുന്നത് അയാള് ഏജന്റുമാണ്. ഓക്കെ, ഇവര് തമ്മിലുള്ള ട്രാൻസാക്ഷനിൽ കൺസിഡറേഷൻ ഉണ്ടാവുമോ? പ്രിൻസിപ്പൾ ഏജന്റിന് സാധനം കൊടുക്കുകയാണ് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവര് കൊടുക്കുന്നത് കൺസിഡറേഷന് വേണ്ടിയിട്ടാണോ? അല്ല, വിൽക്കാൻ കൊടുക്കുകയാണ്. അയാൾ വിൽക്കുമ്പോ അതിന്റെ പൈസ പ്രിൻസിപ്പളിന് കിട്ടും. പക്ഷെ അവര് തമ്മിലുള്ള ട്രാൻസാക്ഷനിൽ കൺസിഡറേഷൻ ഉണ്ടാവുമോ? പ്രിൻസിപ്പൾ ഗുഡ്സ് ഏജന്റിന് കൊടുക്കുന്നു, അതിൽ പൈസ വാങ്ങുമോ പ്രിൻസിപ്പള്? വാങ്ങോ? ഇപ്പൊ നിങ്ങളുടെ പ്രോപ്പർട്ടി ഉണ്ട്, ഒരു ബ്രോക്കർ വരികയാണ്. ആ ബ്രോക്കറിനോട് നമ്മൾ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞു കൊടുക്കും. പ്രോപ്പർട്ടി കാണിച്ചു കൊടുക്കാൻ ബ്രോക്കർ കുറെ ആൾക്കാരെ കൊണ്ടുവരും. സോ ഈ പ്രോപ്പർട്ടി നമ്മൾ ബ്രോക്കറിന് കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പൈസ മേടിക്കുവോ? ഇല്ല. ബ്രോക്കർ അത് വിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. സോ ഈ ട്രാൻസാക്ഷൻ പ്രിൻസിപ്പളും അവരുടെ ഏജന്റും തമ്മിലുള്ള ട്രാൻസാക്ഷനിൽ കൺസിഡറേഷൻ ഉണ്ടാവുമോ? അത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും സപ്ലൈ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് എക്സ്പ്ലനേഷൻ വേണം. സോ അത് ഒരു ബോക്സിൽ ഇടുക, കൺഫ്യൂഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക.
ഓക്കെ, എന്നാൽ എല്ലാം പ്രശ്നമാവില്ലേ? ഞാൻ ഒരു വസ്തു വിൽക്കാൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അതിന് ടാക്സ് അടക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. സോ ദർ ഈസ് സംതിങ് കൺഫ്യൂസിങ് ഇൻ ഇറ്റ്. ഓക്കെ, അതാണ് പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണ് പറയുന്നത്, സോ നമ്മളുടെ ഈ പോർഷൻ തീർന്നു. ഓക്കെ, ഈ പോർഷൻ ഏതൊക്കെയാണ്? സെക്ഷൻ 7(1)(a), 7(1)AA, 7(1)B, 7(1)C. ക്ലിയർ ആണോ? സോ ഇതിൽ നമ്മൾ കുറച്ച് ബ്ലോക്കുകൾ പഠിച്ചു. ദാറ്റ് ഈസ് ഫസ്റ്റ് ബ്ലോക്ക് എന്തായിരുന്നു? ദാറ്റ് ഈസ് ആന്റി കൺസിഡറേഷൻ ബ്ലോക്ക് അല്ലെ? ആന്റി കൺസിഡറേഷൻ ബ്ലോക്ക് പഠിച്ചു. ആൻഡ് ദിസ് ആന്റി കൺസിഡറേഷൻ ബ്ലോക്ക് ഈസ് കോൾഡ് ആസ് ഷെഡ്യൂൾ 1. എന്താണ്? ആന്റി കൺസിഡറേഷൻ ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ 1 ഓഫ് GST. ഷെഡ്യൂൾ 1 ഓഫ് GST എന്ന് വിളിക്കുന്നത് ബ്ലോക്ക്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ആന്റി കൺസിഡറേഷൻ ബ്ലോക്ക്. ഓക്കെ, ക്ലിയർ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് 7(1) ക്യാപിറ്റൽ എ. അതായത് രണ്ടാമത് വരുന്നത് ഇറ്റ് ഈസ് 7(1) ക്യാപിറ്റൽ എ. 7(1) ക്യാപിറ്റൽ എ. സെക്ഷൻ 7(1) ക്യാപിറ്റൽ എ. ഓക്കെ, എഴുതിയോ? ഓക്കെ, എന്നിട്ട് ഇതിന്റെ താഴെ ഒരു ഹെഡിങ് പോലെ എഴുതുക, ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. 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 ക്ലിയർ ആണോ? ഓക്കെ, നൗ ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്കെഡ്യൂൾ 2. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഈസ് കോൾഡ് ആസ് ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 2 എന്ന് വിളിപ്പേരുള്ളത് ഇതിനാണ്. ക്ലിയർ ആണോ? ഓക്കെ, എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതുക മിജ്വിസ് CMA. ഓക്കെ, സോ ഇതിന്റെ അടിയിൽ വരുന്നത് എന്താണ്? ഇറ്റ്സ് കോൾഡ് ആസ് MIIJWIS CMA. ഓക്കെ, സോ ദിസ് ഈസ് സ്കെഡ്യൂൾ 2. ഇതെന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് എഴുതുക മിജ്വിസ് CMA. ഓക്കെ, okay, clear? Now M is for movable property. എന്താണ്? M is for movable. ഇവിടെ അത്യാവശ്യം സ്പേസ് വേണം കേട്ടോ. അങ്ങോട്ട് മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടി. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഈസ് മൂവബിൾ പ്രോപ്പർട്ടി. ഓക്കെ, നൗ മൂവബിൾ പ്രോപ്പർട്ടി പറയുന്നു ഇങ്ങനെ ഇടുക. ഓക്കെ, മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടി എന്താ? മൂവബിൾ പ്രോപ്പർട്ടി മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് കോൾഡ് ആസ് മൂവബിൾ പ്രോപ്പർട്ടി. ഓക്കെ, നൗ മൂവബിൾ പ്രോപ്പർട്ടി ടൈറ്റിൽ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ, ഓക്കെ, ടൈറ്റിൽ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ, മൂവബിൾ പ്രോപ്പർട്ടി ടൈറ്റിൽ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടീനെ എങ്ങനെയാ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക? ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഗുഡ്സ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു BMW കാർ ഉണ്ട്. ഓക്കെ, BMW കാർ ഉണ്ട്. നൗ RC ഓണർ ആരായിരിക്കും? നിങ്ങൾക്കൊരു BMW കാർ ഉണ്ട്, RC ഓണർ ആരായിരിക്കും? നിങ്ങൾ തന്നെ ആയിരിക്കും അല്ലെ? നിങ്ങൾ നിങ്ങളുടെ കാറിന്റെ RC ഓണർഷിപ്പ് വേറൊരാൾക്ക് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ സെയിൽ ചെയ്യണ കാറ്. അപ്പൊ ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ് കാറ്. നീക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി, മാറ്റാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാറ്. ഈ കാറ് നിങ്ങൾ വിൽക്കുകയാണ്, വേറൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ ഈ കാർ എന്താണ്? ഗുഡ്സ് ആണ് എന്നാ പറയുന്നത്. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് കോൾഡ് ഓണർഷിപ്പ്.
ടൈറ്റിൽ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇറ്റ് ഈസ് കോൾഡ് ഓണർഷിപ്പ്. നിങ്ങൾ ഒരു മൂവബിൾ പ്രോപ്പർട്ടീന്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഈ മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്? ഗുഡ്സ്. എന്തിനാ നമ്മൾ ഇത് പഠിക്കുന്നത്? കാരണം ഗുഡ്സിനും സർവീസിനും 2 ടാക്സ് റേറ്റ് ആണ്, ഒരേ ടാക്സ് റേറ്റ് അല്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ അത് ഗുഡ്സ് വിൽക്കുന്നതാണോ സർവീസ് വിൽക്കുന്നതാണോ എന്ന് നിങ്ങൾക്ക് അറിയണം, വേണ്ടേ? അപ്പോ ഈ BMW കാറ് നിങ്ങൾ ഒരാൾക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെയിൽ ഓഫ് ഗുഡ്സ്. അപ്പൊ ഗുഡ്സിനുള്ള ടാക്സ് ആണ് വരിക. ക്ലിയർ ആണോ? നൗ രണ്ടാമത്തെ ആരോ പറയുന്നു ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് ടു യൂസ്, റൈറ്റ് ടു യൂസ് ആണെങ്കിൽ ഇറ്റ് ഈസ് സർവീസ്. റൈറ്റ് ടു യൂസ് ആണെങ്കിൽ ഇറ്റ് ഈസ് സർവീസ്. എന്താ റൈറ്റ് ടു യൂസ്? ഞാൻ എന്റെ കാറ് ഉപയോഗിക്കാൻ കൊടുക്കുകയാണ്, എന്റെ ഓണർഷിപ്പ് ടൈറ്റിൽ ഞാൻ മാറ്റുന്നില്ല, ഞാൻ ഉപയോഗിക്കാൻ കൊടുക്കുക, റെന്റ്, ഹയർ, ലീസ്, എങ്കിൽ അതെന്താണ്? സർവീസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ. എം മൂവബിൾ പ്രോപ്പർട്ടി കഴിഞ്ഞില്ലേ? ഐ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഐ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഐ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഓക്കെ. എന്താ? ഓക്കെ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നൗ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നിങ്ങൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്താണത്? ഗുഡ്സ് ആണ് അല്ലെ? സോ ഗുഡ്സ് എഴുതുക. ഓക്കെ. ഗുഡ്സ് എഴുതുക, സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. ഗുഡ്സ് എഴുതിയിട്ട് സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുക. ഗുഡ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെ? സെക്ഷൻ 2 സബ്സെക്ഷൻ 52 ഗുഡ്സ് includes all goods means all movable property അല്ലേ? അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ. സോ ഇത് എഴുതുക, സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. ഗുഡ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ അതെന്തായിരിക്കും പിന്നെ? അതെന്തായിരിക്കും പിന്നെ? അതെന്തായിരിക്കും പിന്നെ? സർവീസ്? നോ, ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം GST. എന്താണ്? അതായത് ലാൻഡ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ യു ആർ നോട്ട് ലയബിൾ ടു പേ GST. ക്ലിയർ ആണോ? അതാണ് അതിന്റെ ഉദ്ദേശം. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം GST. എടാ ഇപ്പൊ ഞാൻ ലാൻഡിന്റെ കാര്യം തന്നെയല്ലേ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഇനി എന്താ ഞാൻ എക്സാമ്പിൾ പറയുന്നത്? ഓക്കെ. എന്റെ കയ്യിലൊരു ലാൻഡ് ഉണ്ട്. ഈ ലാൻഡ് ഞാൻ വിൽക്കുകയാണ്. ഈ വിൽക്കുന്ന സമയത്ത് ഗുഡ്സിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നീക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി മാത്രമാണ് ഗുഡ്സ്. സോ അത് ഗുഡ്സിൽ നമുക്ക് പെടുത്താൻ പറ്റുമോ? ഇല്ല. സർവീസസിന്റെ ഡെഫിനിഷൻ എടുക്കുമ്പോൾ ഗുഡ്സ് അല്ലാത്ത എല്ലാം എന്താണ്? സർവീസ് ആണ്. സോ എനിക്ക് വേണമെങ്കിൽ സർവീസിന്റെ ഡെഫിനിഷനിൽ എടുക്കാം ഇത്. പക്ഷേ ലാൻഡിന്റെ സെയില് GST എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് നോ മോർ വാലിഡ്. നമ്മൾ ഗുഡ്സ് ആയാലും സർവീസ് ആയാലും അതിൽ ഒരു മാറ്റം വരുത്താൻ പോകുന്നില്ല. സോ ഇറ്റ് ഈസ് എ സർവീസ് ആക്ച്വലി, പക്ഷേ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം GST. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഇത്? നൗ നെക്സ്റ്റ് ഈസ് റൈറ്റ് ടു യൂസ്. റൈറ്റ് ടു യൂസ്. റൈറ്റ് ടു യൂസ്. ഒരു ലാൻഡ് നമ്മൾ ഉപയോഗിക്കാൻ കൊടുത്താൽ അതെന്താവും? ഇറ്റ് ബിക്കം എ സർവീസ് അല്ലെ? നമ്മൾ ഓണർഷിപ്പ് മാറ്റിണ്ടോ? ഓണർഷിപ്പ് മാറ്റിയാൽ മാത്രമേ അതെന്താവുള്ളൂ? ഗുഡ്സ് ആവുള്ളൂ. ഓണർഷിപ്പ് മാറ്റിയിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് സർവീസ്. സർവീസ് എക്സംപ്റ്റഡ് ആണോ? നോ, ഇറ്റ് ഈസ് ടാക്സബിൾ ഓർ ഇറ്റ് ഈസ് എ സപ്ലൈ. ഓക്കെ. സർവീസ് ഈസ് എ സപ്ലൈ. ഓക്കെ. നെക്സ്റ്റ് വൺ, intellectual property right or IPR. Intellectual property right or IPR. IPR. Intellectual property right or IPR. Intellectual property right or IPR. എന്താണ് intellectual property right or IPR? Brand name, trademark, copyright, patent. എന്താണ് IPR? എന്താ? Brand name, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, പാറ്റന്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക?
IPR എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് വിളിക്കുക. എന്തൊക്കെയാണ്? ബ്രാൻഡ് നെയിം, ട്രേഡ് മാർക്ക്, copyright and patent. Now, okay, what is a brand name? What is a trademark? What is a copyright? What is a patent? അതെനിക്കറിയാം. ട്രേഡ് മാർക്കിന് TM ആണ്, ബ്രാൻഡ് നെയിമിന് R ആണ്, അതൊക്കെ അറിയാം. ഓക്കെ, എന്താണ് ട്രേഡ് മാർക്ക്, എന്താണ് ബ്രാൻഡ് നെയിം, എന്താണ് കോപ്പിറൈറ്റ്, എന്താണ് പാറ്റന്റ്? ഫോർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, വാട്ട് ഈസ് ട്രേഡ് നെയിം, വാട്ട് ഈസ് ബ്രാൻഡ് നെയിം, വാട്ട് ഈസ് കോപ്പിറൈറ്റ്, വാട്ട് ഈസ് പാറ്റന്റ്? എന്താണ് ബ്രാൻഡ് നെയിം, എന്താണ് ട്രേഡ് നെയിം മീൻസ് ട്രേഡ് മാർക്ക്, എന്താണ് കോപ്പിറൈറ്റ്, എന്താണ് പാറ്റന്റ്? ഒക്കെ ഒന്നാണോ? വ്യത്യാസമുണ്ട്. വാട്ട് ഈസ് വ്യത്യാസം, എന്താണ് ഈ ഡിഫറൻസ്? എന്താണപ്പോ അപ്പൊ ട്രേഡ് മാർക്ക് എന്താ? കോപ്പിറൈറ്റ് ചെക്കന ഓർമ്മണ്ട്. കോപ്പിറൈറ്റ് ഓക്കെ, കോപ്പിറൈറ്റ് ഓക്കെ, അത് ഡിഫൈൻഡ്. പാറ്റന്റ് എന്താ? ഓക്കെ, പാറ്റന്റ് ഈസ് ഫോർ ഇൻവെൻഷൻ. സോ ബ്രാൻഡ് നെയിം എന്താ? നമ്മളുടെ ബിസിനസിന്റെ പേരാണ് എന്ത്? ബ്രാൻഡ് നെയിം. ട്രേഡ് മാർക്ക് എന്താ? ബിസിനസിന്റെ പേര് തന്നെയാണ് ട്രേഡ് മാർക്ക്. ബട്ട് അത് ആ പേര് നമുക്ക് ഉറപ്പായിട്ടില്ല. അതായത് ടാറ്റ എന്ന് പറഞ്ഞ പേര് എനിക്ക് ബ്രാൻഡ് നെയിം ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് അതോറിറ്റി അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് അത് ബ്രാൻഡ് നെയിം ആയി കിട്ടൂ. അതോറിറ്റി അപ്രൂവ് ചെയ്യുന്നവരെയും അതിന്റെ പേരെന്താ? ഇറ്റ് ഈസ് കോൾഡ് ആസ് ട്രേഡ് മാർക്ക്. ക്ലിയർ ആണോ? എന്താ ബ്രാൻഡിങ്, എന്താ ട്രേഡ് മാർക്ക് എന്നുള്ളത്? അതോറിറ്റി അപ്രൂവ് ചെയ്യുന്നത് വരെയും ഇറ്റ് ഈസ് കോൾഡ് ആസ് ട്രേഡ് മാർക്ക്. അതുകൊണ്ടാണ് ബോർഡിന്റെ മുകളിൽ നിങ്ങൾ കാണുക ഒരു പേര്, അതിന്റെ മുകളിൽ TM എന്നിട്ടിട്ട് ഒരു വട്ടം ഉണ്ടാവും. അതാണ് ട്രേഡ് മാർക്ക്. ആ TMന്റെ ആ വട്ടത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ആറാ കാണുന്നതെങ്കിൽ ആ നെയിം അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ബ്രാൻഡ് നെയിം, ട്രേഡ് മാർക്ക് മനസ്സിലായില്ലേ? കോപ്പിറൈറ്റ് എന്താ? ആർട്ടിസ്റ്റിക് വർക്ക്. ആർട്ടിസ്റ്റിക് വർക്ക്, സിനിമ, സോങ്സ്, നോവലുകൾ, പുസ്തകം, ഇതൊക്കെ ബ്രാൻഡ് ചെയ്യുന്നതാണ് എന്ത്? കോപ്പിറൈറ്റ്. അതായത് ഇന്ന ആളുടെയാണ് എന്ന് ബ്രാൻഡ് ചെയ്യുന്നതാണ് കോപ്പിറൈറ്റ്. പാറ്റന്റ് എന്താ? കണ്ടുപിടുത്തങ്ങളെ ബ്രാൻഡ് ചെയ്യുന്നതാണ് പാറ്റന്റ്. കണ്ടുപിടുത്തം, ലൈറ്റ്, ബൾബ് കണ്ടുപിടിക്കുക, റേഡിയോ കണ്ടുപിടിക്കുക, ടെലിവിഷൻ കണ്ടുപിടിക്കുക, ഇതൊക്കെ ഒരാളുടെ പേരിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെടും. അതാണ് പാറ്റന്റ്. ക്ലിയർ ആണോ? നൗ ഇവയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത്. സോ എന്റെ പേരിലുള്ള ഒരു ബ്രാൻഡ് നെയിം എനിക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ അതിനെന്താ വിളിക്കുക? ടൈറ്റിൽ ട്രാൻസ്ഫർ, അല്ലേ? ടൈറ്റിൽ ട്രാൻസ്ഫർ. ടൈറ്റിൽ ട്രാൻസ്ഫർ എന്താ? ഇറ്റ്സ് എ ഗുഡ്. വാട്ട് അബൌട്ട് യൂസ് ഓഫ് ടൈറ്റിൽ അല്ലെങ്കിൽ റൈറ്റ് ടു യൂസ്? റൈറ്റ് ടു യൂസ് ആണെങ്കിൽ ഇറ്റ് ഈസ് സർവീസ്. അതായത് KFC പറയാണ്, നിങ്ങൾ ഇന്ത്യയിൽ എന്റെ പേരിൽ നിങ്ങൾ ബിസിനസ് നടത്തിക്കോ, ഞാൻ ഓണർഷിപ്പ് തരില്ല, പക്ഷെ നിങ്ങൾ നടത്തിക്കോ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് സർവീസ്. ഓണർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഗുഡ്സ്. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഫോർത്ത് വൺ ഈസ് ജോബ് വർക്ക്. Job work. J is job work. Next one is job work. എന്താണ് job work? Job work. ജോബിൽ ചെയ്യുന്ന വർക്കാണോ? കോൺട്രാക്ട്സ് ആണോ? What is a job work? What is a job work? ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നൗ നിങ്ങൾ എന്ത് ബിസിനസ് നടത്തുന്ന ആൾക്കാരാ? നിങ്ങൾ മരം ബിസിനസ് നടത്തുന്ന ആൾക്കാരാ.
ഓക്കെ, മരത്തിന്റെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ. ഓക്കെ, നൗ യു ആർ പേഴ്സൺ എ. ഓക്കെ, ഈ മരം ബിസിനസ്സിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ മരം മേടിക്കുന്നു, മരം ഈർന്ന് ഫർണിച്ചർ ഉണ്ടാക്കി നിങ്ങൾ വിൽക്കുന്നു. ഇതാണ് നിങ്ങളുടെ ബിസിനസ്. നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്താ? ഇറ്റ് ഈസ് ഫർണിച്ചർ. ഓക്കെ, ഫർണിച്ചർ ആണ് നിങ്ങളുടെ ഫിനിഷ്ഡ് ഗുഡ്സ്. പക്ഷേ ഈ മരം കൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. സോ മരം ആദ്യം ഈരാൻ കൊടുക്കണം അല്ലെ? സോ അത് മില്ലിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മില്ലില്ലെങ്കിൽ അത് പുറത്തത്തെ ഒരാൾ ചെയ്യണ്ടേ? സോ ആദ്യം ഈ മരത്തിനെ ഒരു മില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ മില്ലിൽ നിന്ന് അത് ഈർന്നിട്ട് വേണ്ടേ ഫർണിച്ചർ, ഈർന്ന മരം കൊണ്ടുവന്നിട്ട് വേണ്ടേ ഫർണിച്ചർ ഉണ്ടാക്കാൻ. സോ ഈ മരത്തിനെ മില്ലിലേക്ക് അയക്കുമ്പോ ഈ മില്ലുകാരെന്താ ചെയ്യുന്നത്? അത് ഈർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് തിരിച്ചു വരുമെങ്കിൽ ആ പാർട്ടി ചെയ്യുന്ന വർക്കാണ് എന്ത്? ജോബ് വർക്ക്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ജോബ് വർക്ക് എന്താണ്? അതായത് ഇപ്പൊ ഗോൾഡ് ഉണ്ട്, ഗോൾഡിന്റെ എന്തുണ്ട്? ബിസ്ക്കറ്റ് ഉണ്ട്. അതിനൊന്ന് ഓർണമെന്റ്സ് ഉണ്ടാക്കലാണ് നമ്മളുടെ ജോലി. പക്ഷേ ഉരുക്കുന്ന ഇൻസ്ട്രുമെന്റ് നമ്മളുടെ കയ്യിലില്ല. സോ നമ്മൾ പുറത്ത് കൊടുത്തിട്ട് ഉരുക്കുകയാണെങ്കിൽ ആ ഉരുക്കുന്ന വ്യക്തി ചെയ്യുന്ന വർക്ക് എന്താണ്? ജോബ് വർക്കാണ്. ക്ലിയർ ആണോ? എന്താ ജോബ് വർക്ക് എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ഈ ജോബ് വർക്ക് സർവീസ് ആണോ ഗുഡ്സ് ആണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്താ? ജോബ് വർക്ക് സർവീസ് ആണോ ഗുഡ്സ് ആണോ എന്നുള്ളതാണ് ഇഷ്യൂ. അപ്പൊ ഇവിടെ പറയുന്നത് മെജോറിറ്റി ഗുഡ്സ് സപ്ലയർ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? മെജോറിറ്റി ഗുഡ്സ് ഗുഡ്സ് എല്ലാം നമ്മളാണ് അയച്ചു കൊടുക്കുന്നത് ആ വ്യക്തിക്കെങ്കിൽ അതെന്താണ്? സർവീസ് ആണ്. കാരണം അയാൾക്ക് പിന്നെ ഗുഡ്സ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അയാൾ പണിതാ മതി. ഓക്കെ, നേരെ മറിച്ചിട്ട് മെജോറിറ്റി ഗുഡ്സ് നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗുഡ്സ്. ക്ലിയർ ആണോ? അതായത് ജോബ് വർക്കുകാരൻ എന്ത് ചെയ്യണം? അയാള് ഗുഡ്സ് മേടിച്ചിട്ട് അയാൾ തന്നെ പണിതിട്ട് അത് തിരിച്ചയച്ചു കൊടുക്കണം. സോ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഗുഡ്സ്. ക്ലിയർ ആണ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Clear ആണോ? Done. Now W is called as works contract. എന്താണ്? Works contract. Okay. W എന്ന് പറയുന്നത് it is called as works contract. Now എന്താണ് works contract? ഇത് നോക്കുക. ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് തരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ബിൽഡിംഗ് പണിയാണ്. ഈ ബിൽഡിംഗ് ഓക്കെ, വേറെ ഇഷ്യൂ. ഓക്കെ, നിങ്ങളൊരു കാറ് മാനുഫാക്ചർ ചെയ്യാം. നൗ കാറ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വേണം? യു നീഡ് ടയേഴ്സ് വേണ്ടേ? ടയേഴ്സ് വേണം. നിങ്ങൾക്ക് എന്ത് വേണം? ആ ബോഡി വേണം വേണ്ടേ? കാറിന്റെ ബോഡി വേണ്ടേ? യു നീഡ് ദ ബോഡി ഓഫ് ദ കാർ. നിങ്ങൾക്ക് എൻജിൻസ് വേണ്ടേ? എൻജിൻ വേണം. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഒരാൾ വന്നിട്ട് പെയിന്റിങ് ചെയ്യണ്ടേ? ഇത് വേണം. ഒരാള് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണ്ടേ? ഇലക്ട്രിക് സർക്യൂട്ട് ഒക്കെ കണക്ട് ചെയ്യണ്ടേ? ഒരാൾ മെക്കാനിക്കൽ വർക്ക് ചെയ്യണ്ടേ? ഓക്കെ, ഇതെല്ലാം ചെയ്താലല്ലേ ഒരു കാർ മാനുഫാക്ചർ ചെയ്യപ്പെടുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കാർ ഈസ് എ ഗുഡ്സ് ഓർ എ സർവീസ്? ബിക്കോസ് കാറിൽ ഗുഡ്സും ഉണ്ട്, കാറിൽ സർവീസും ഉണ്ട്.
ഇതേപോലെ തന്നെ നിങ്ങളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ ബിൽഡിങ്ങിൽ സിമെന്റും മണലും കമ്പിയും ഒക്കെ വേണം, പണിക്കാർ പണിയെടുക്കും വേണം. സോ നിങ്ങൾ ഇതിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യും? നിങ്ങളൊരു സർവീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യോ, നിങ്ങളൊരു ഗുഡ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യൂ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ കാരണം നിങ്ങൾ ഇൻപുട്ട് എടുത്തിരിക്കുന്നത് കുറെ സർവീസിനുള്ള ഇൻപുട്ട് എടുത്തിട്ടുണ്ടാവും അല്ലെ. പെയിന്റർ പെയിന്റ് ചെയ്യും, അയാളൊരു GST ബില്ല് തരും, അതിന്റെ ഇൻപുട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കമ്പിയുടെ ബില്ല് എടുത്തിട്ടുണ്ടാവും, അത് ഗുഡ്സിന്റെ ഇൻപുട്ടാണ്. അങ്ങനെ കുറെ ഇൻപുട്ടുകൾ വന്നിട്ട് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഒരു എന്താണ്, ഒരു കാറോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ആയിട്ട് കിട്ടുകയാണ്. ഈ ഫൈനൽ പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. സോ നൗ ഇറ്റ് ഈസ് അവർ പറയണത് നിങ്ങളുടെ മെജോറിറ്റി, ഇപ്പൊ കാറിന്റെ കേസിലൊക്കെ 99 അല്ലെങ്കിൽ 95% എന്താണ്, ഗുഡ്സ് ആണ്. അതൊക്കെ ഗുഡ്സ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിനെ നിങ്ങൾ എന്തായി ക്ലാസിഫൈ ചെയ്യണം? വർക്ക്സ് കോൺട്രാക്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ആൻഡ് ദാറ്റ് വർക്ക്സ് കോൺട്രാക്ട് ഈസ് എ സർവീസ്. ഓക്കെ, ഒന്നുകൂടി അവർ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അതായത് വർക്ക്സ് കോൺട്രാക്ട് സർവീസുകൾ നിങ്ങൾക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് മാത്രമേ വരൂ. എന്താണ് അവർ പറയുന്നത്? അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി തരികയാണ്, സർക്കുലേഴ്സിലൂടെ ക്ലാരിറ്റി തരികയാണ്. എന്താ പറയണത്? വർക്ക്സ് കോൺട്രാക്ട് എന്ന് പറയുന്ന സർവീസ് ഏത് മാത്രമേ വരുള്ളൂ? ബിൽഡിങ്സിന്റെ വർക്കുകൾ മാത്രമേ നിങ്ങൾക്ക് വർക്ക്സ് കോൺട്രാക്റ്റിൽ മെയിൻ ആയിട്ട് വരുള്ളൂ എന്ന് പറയുന്നത്. സോ വർക്ക്സ് കോൺട്രാക്ട് എന്താ മനസ്സിലായോ? സോ അവിടെ കൺസ്ട്രക്ഷൻ വരികയാണെങ്കിൽ എല്ലാ കൺസ്ട്രക്ഷനും വർക്ക്സ് കോൺട്രാക്ട് അല്ല, അതും നിങ്ങൾ മനസ്സിലാക്കണം. അതായത് വർക്ക്സ് കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് ഡിറ്റർമിൻ ചെയ്യാത്ത അളവിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എ വർക്ക്സ് കോൺട്രാക്ട്. ക്ലിയർ ആണോ? എന്താ വർക്ക്സ് കോൺട്രാക്ട്? വർക്ക്സ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു സപ്ലൈയില് നിങ്ങൾക്ക് സർവീസും ഗുഡ്സും ബോത്താണ്. അതായത് സർവീസും ഉണ്ട് ഗുഡ്സും ഉണ്ട്, ഏതാണ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് കുഴഞ്ഞു കിടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ വർക്ക്സ് കോൺട്രാക്ട്. പക്ഷെ ഏതിന് മാത്രമേ വരുള്ളൂ? കൺസ്ട്രക്ഷന് മാത്രമേ വരുള്ളൂ, അതും സ്പെഷ്യലൈസ്ഡ് ആയിട്ട്. സോ വർക്ക്സ് കോൺട്രാക്ട് എന്താണ്? ഇറ്റ് ഈസ് എ സർവീസ്. ഓക്കെ, സ്ട്രെയിറ്റ് അവേ ഇറ്റ് ഈസ് എ സർവീസ്. ദർ ഈസ് നോ കൺഫ്യൂഷൻ ഓഫ് ഗുഡ്സ്. Okay. Second one is information technology software. Information technology software. Information technology software. Okay. Now ശ്രദ്ധിക്കുക. അടുത്ത് പറയാൻ പോകുന്ന 2 പോയിന്റുകൾ എക്സാമിന് വന്ന പോയിന്റുകൾ, ചോദ്യങ്ങളാണ്. അത് ഞാനൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് വന്ന ചോദ്യമാണ്. Now ഇൻഫോർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ. എന്താണ് സോഫ്റ്റ്വെയർസ്? ഒരാള് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരികയാണ്. ഇപ്പൊ ടാലി നിങ്ങൾക്ക് പഠിക്കണം, സോ ടാലി നിങ്ങൾ എന്ത് ചെയ്തു? ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്യാൻ പൈസ കൊടുക്കണം, ഫുൾ വേർഷൻ കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വെദർ ദാറ്റ് സോഫ്റ്റ്വെയർ ഈസ് എ സർവീസ് ഓർ എ ഗുഡ്സ്? വെദർ ദാറ്റ് സോഫ്റ്റ്വെയർ ഈസ് എ സർവീസ്. ഇതൊരു ഒറിജിനൽ ക്വസ്റ്റ്യൻ ആണ്. സോ എന്താ അവിടെ പറയണത്? നിങ്ങൾ മേടിക്കുന്ന ഈ സോഫ്റ്റ്വെയർ യു ആർ ബൈയിങ് ഇറ്റ് ത്രൂ എ കോമ്പാക്ട് ഡിസ്ക്, അതായത് CD, ഓർ ഇറ്റ് ഈസ് എ പെൻ ഡ്രൈവ്, ഓർ ഇറ്റ് ഈസ് എ സ്റ്റോർഡ് മീഡിയ, then it is a goods. Then it is goods. If you are installing it directly from the internet, then it is a service. Clear ആണോ? അതായത് നിങ്ങൾ മേടിക്കുന്ന സോഫ്റ്റ്വെയർ ഇഫ് യു ആർ ബൈയിങ് ഇറ്റ് ത്രൂ എ സ്റ്റോർഡ് മീഡിയ, അതായത് ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, പെൻ ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ്സ് അല്ലെ? അതൊരു സാധനല്ലേ, ആ സാധനം നമ്മൾ മേടിക്കല്ലേ. ടാലന്റ് ബുക്ക് ഹൗസ് പോണു, ടാലിയുടെ ആ CD എനിക്ക് വേണം, അത് ഗുഡ്സ് അല്ലേ? നേരെ മറിച്ചിട്ട് ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അതെന്താണ്? സർവീസ് ആണ്.
ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ ഈ ഐ വരെ എത്തിയില്ലേ നമ്മള്? വർക്ക്സ് കോൺട്രാക്ട് കഴിഞ്ഞു, ഇൻഫോർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ കഴിഞ്ഞു. അടുത്തതിൽ വീണ്ടും കൺഫ്യൂഷൻ. ദാറ്റ് ഈസ് സപ്ലൈ ഓഫ് ഫുഡ്. സപ്ലൈ ഓഫ് ഫുഡ്, സപ്ലൈ ഓഫ് ഫുഡ്. ഇനി ഇവിടെ നോക്കുക. സപ്ലൈ ഓഫ് ഫുഡ്. നിങ്ങളൊരു ഹോട്ടലിൽ ചെല്ലുന്നു, ഹോട്ടലിൽ നിങ്ങൾക്ക് ഫുഡ് വരുന്നു, ഫുഡിന് നിങ്ങളോട് ബില്ല് തരുന്നു, ബില്ലിൽ ടാക്സ് ഇട്ടിട്ടുണ്ട്, ബില്ലിന് നിങ്ങൾ എമൗണ്ട് കൊടുക്കുന്നു. Whether it is a goods or a service. Supply of food, whether it is a goods or a service. Service. Supply of goods, whether it is a goods or a service. ബിരിയാണി നിങ്ങൾ വിറ്റാൽ whether it is supply of goods or a service. വിൽക്കന്നല്ലടാ ചെയ്യണ്. ഗുഡ്സ്. ഓക്കെ. കല്യാണ വീട്ടില് കാറ്ററിംഗ് കാര് ഇത് വിളമ്പിയ അതെന്താ അങ്ങനെ? അപ്പൊ അതെന്താ അങ്ങനെ? നിങ്ങൾ ബിരിയാണി ഹോട്ടലിൽ പോയിട്ട് വാങ്ങുന്നു, then it is goods. നിങ്ങൾ ഇതേ ബിരിയാണി കല്യാണ പന്തലിൽ വിളമ്പിയിട്ട് കാറ്ററിംഗുകാര് ബില്ലിട്ട അത് സർവീസ്. അല്ല, കാറ്ററിംഗുകാർക്ക് അതെന്താണോ ചോദിച്ചത്? നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കഴിച്ചാൽ മതി. സർവീസ്. അതെന്തുകൊണ്ടാ? ഹോട്ടലുകാര് ബിരിയാണി വിറ്റ അത് ഗുഡ്സ്, കാറ്ററിംഗുകാര് ബിരിയാണി വിളമ്പിയ അത് സർവീസ്. വൈ? കുടുംബശ്രീ ഹോട്ടലിൽ പോയിട്ട് അവര് ചോറ് വിൽക്കുന്നു, ആ ചോറ് എന്താ? ഗുഡ്സ് ആണ്, സർവീസ് ആണ്. എന്താണ്? സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ ആപ്പിൾ എടുത്ത് കഴിക്കണു, ഗുഡ്സ് ഓർ സർവീസ്? ഗുഡ്സ്. ഓക്കെ. കാറ്ററിംഗിന് നിങ്ങൾക്ക് ആപ്പിൾ തരുന്നു, സർവീസ്. അതെന്താ അങ്ങനെ? Now it says supply of foods is service. Supply of food is service. Supply of food is a service. Okay? Except if it is not served. അതായത് നിങ്ങൾക്ക് ബിരിയാണിയുടെ പാക്കറ്റ് പൊളിക്കാതെയാണ് നിങ്ങൾക്ക് വിൽക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ്സ്. നിങ്ങൾക്ക് ബിരിയാണി വിളമ്പി തരികയാണ് എന്നിട്ട് നിങ്ങൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ സർവീസ്. സോ ഹോട്ടൽ ഈസ് എ സർവീസ്, സൂപ്പർ മാർക്കറ്റ് ഈസ് എ ഗുഡ്സ്. അല്ലെ? നിങ്ങൾക്ക് പാക്കേജ്ഡ് ആണ് തരുന്നത്, പാക്കേജ്ഡ് ആപ്പിൾ ആണ് തരുന്നത്, അല്ലെ? പാക്കേജ്ഡ് ആപ്പിൾ അവരവർ സർവ് ചെയ്ത് തരുന്നുണ്ടോ? കഴിക്കും മക്കളെ എന്ന് പറഞ്ഞാൽ സർവ് ചെയ്ത് തരുന്നുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് എ പാക്കേജ്ഡ് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് എ ഗുഡ്സ്. നിങ്ങൾക്ക് അത് സർവ് ചെയ്ത് നിങ്ങളെ കാറ്റർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ സർവീസ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ GST എന്തൊക്കെ നോക്കണം എന്ന് മനസ്സിലായില്ലേ? സോ എവിടെ എത്തി? സി. എസ് എത്തി. എസ് കഴിഞ്ഞു. സി ഓഫ് ഗുഡ്. കോമ്പോസിറ്റ് സപ്ലൈ. സോ കോമ്പോസിറ്റ് സപ്ലൈ നമുക്ക് പിന്നെ എടുക്കാം. CMA നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ. ഇപ്പൊ ഇവിടെ നിർത്താം. ഇപ്പൊ ഓൾറെഡി കുറച്ച് ലോഡ് ആയിട്ടുണ്ടാവും ഇല്ലേ? കോമ്പോസിറ്റ് സപ്ലൈ മിക്സഡ് സപ്ലൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തീർന്നു. ഓക്കെ. സോ എന്തൊക്കെയാ നമ്മൾ എടുത്ത്? നമ്മൾ സപ്ലൈയുടെ ഡെഫിനിഷൻ ആണ് നോക്കിയത്. ഡെഫിനിഷൻ നോക്കുന്നതിൽ ഫസ്റ്റ് വി സ്റ്റാർട്ടഡ് വിത്ത് എ ഡെഫിനിഷൻ ബ്രീഫ്, ദെൻ 7 സബ്സെക്ഷൻ 1A ലാണ് ആ ഡെഫിനിഷൻ വരുന്നത് പറഞ്ഞു അല്ലെ?
7.1a കഴിഞ്ഞ് നമ്മൾ 7.1AA പറഞ്ഞു. എന്താ 7.1AA? അതായത് ഒരു ഇൻഡിവിജ്വൽ അല്ലാത്ത വ്യക്തി അവരുടെ മെമ്പേഴ്സിന് എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, കൺസിഡറേഷൻ മേടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സപ്ലൈ അണ്ടർ 7.1AA. 7.1b പറഞ്ഞു. എന്താ പറഞ്ഞ? ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഒരു കൺസിഡറേഷന് വേണ്ടി ബിസിനസ്സിനാണെങ്കിലും അല്ലെങ്കിലും അതെന്താണ്? ഒരു സപ്ലൈ ആണ്. 7.1c എന്താണത്? അതായത് ആന്റി കൺസിഡറേഷൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾ 1. എന്താണ് പറയുന്നത്? ഈ ട്രാൻസാക്ഷനിൽ ഒന്നും നിങ്ങൾക്ക് കൺസിഡറേഷൻ കിട്ടുന്നില്ല. ഓക്കെ. സോ ഡി പറയുന്നു ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ് ഓൺ വിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് ക്ലെയിംഡ്. അതായത് നിങ്ങളുടെ ബിസിനസ് അസറ്റ് നിങ്ങൾ കൺസ്യൂം ചെയ്യുകയോ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ ബട്ട് കൺസിഡറേഷൻ മേടിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് സപ്ലൈ. 6 പറയുന്നു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത് ആരാണ്? ഫാമിലി മെമ്പേഴ്സ്, ലീഗൽ പാർട്ട്നേഴ്സ്, ഓഫീസേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് വൺ അനദർ ഓർ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ഓക്കെ, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. Then one person directly or indirectly holds 25% of the stake in one another's business. One person holds 50% or more control over the other. Together they control a third party. അല്ലേ? ഒന്നുകൂടി ഉണ്ട്. A third party controls more than 50% of the stake in one another's business. ഇത്രയും വരികയാണെങ്കിൽ അതെന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. നൗ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷന് തമ്മിലുള്ള കൺസിഡറേഷൻ ഇല്ലെങ്കിലും അത് സപ്ലൈ ആണ്. 3 പറയുന്നു എന്ത്? ഇമ്പോർട്ട് ഓഫ് സർവീസസ്. സർവീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, കൺസിഡറേഷൻ ഇല്ല. ആന്റി കൺസിഡറേഷൻ ബ്ലോക്കിൽ ഒരിക്കലും കൺസിഡറേഷൻ ഉണ്ടാവില്ല. കൺസിഡറേഷൻ ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ അത് ബിസിനസിന് വേണ്ടിയാണെങ്കിലും അത് സപ്ലൈ ആണ്. 4 പറയുന്നു പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ്. അതും സപ്ലൈ ആണ്. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡ്രിപ്പ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് 7.1 ക്യാപിറ്റൽ എ. 7.1 ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അഥവാ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 2ന്റെ കോഡ് വേർഡ് എന്താ? മിജ്വിസ് CMA. ഓക്കെ. എം എന്താ? മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്സ്. ടൈറ്റിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെങ്കിൽ റൈറ്റ് ടു യൂസ് മാത്രമാണെങ്കിൽ ഇറ്റ് ഈസ് സർവീസ്. ഐ എന്ന് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സർവീസ്, പക്ഷേ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഗുഡ്സ് അല്ല. ബിക്കോസ് സെക്ഷൻ 2 സബ്സെക്ഷൻ 52 says that goods means all movable property. ക്ലിയർ ആണോ? രണ്ടാമത്തെ ഐ ഇറ്റ് ഈസ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഗുഡ്സ്, യൂസ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സർവീസ്. ജെ ഈസ് ജോബ് വർക്ക്. ജോബ് വർക്ക് മെറ്റീരിയൽസ് മൊത്തമായിട്ടും സപ്ലയർ ആണ് സപ്ലൈ ചെയ്യുന്നത്, നമ്മൾ വർക്ക് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് സർവീസ്. അല്ലാത്ത പക്ഷം ഇറ്റ് ഈസ് ഗുഡ്സ്. W is works contract. അതായത് works contract means a contract in which both goods and services are involved and it is used for construction. എങ്കിൽ it is a service. I is information technology software. If it is supplied through a recorded copy or a recorded drive, it is goods. Otherwise, it is service. S is supply of foods. Foods, if it is corrugated box, it is served through a corrugated box or in a sealed pack, it is goods. If it is served, it is a service. ബാക്കിയുള്ളത് afterwards. Clear ആണോ?